ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. അതായത് നമ്മളുടെ പോൺസിന്റെ BB ക്രീം വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരുങ്ങാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരുപാട് ഫൗണ്ടേഷനും കൺസീലറും കളക്ടറും ഒന്നും ഇട്ട് പോവാനായിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക്, എന്നാൽ പുറത്ത് പോകുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി പോവാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഫേസ് ഒന്ന് ടോൺ ചെയ്യാം. ടോണിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് ടോൺ ചെയ്യാം. അങ്ങനെ ടോണിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സെറാമൈഡ് ഹൈറലോണിക് ആസിഡ് സ്കിൻ ബാരിയർ മോയ്സ്ചറൈസർ ആണ്. അത് കുറച്ച് നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ആണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം ആണ് നമ്മൾ പോൺസിന്റെ ഈ BB ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഷെയ്ഡ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് ഐവറി ആണ് കേട്ടോ. എനിക്ക് ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ ഈ ഷെയ്ഡ് നല്ല സ്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണോ എന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് എന്താ പറയാ തേച്ച് നന്നായിട്ട് കണ്ണിന്റെ മുകളിലും എല്ലാ സ്ഥലത്തും നന്നായിട്ട് കുറച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ആയിട്ട് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും കുറച്ചെടുത്താൽ തന്നെ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ലൂസ് പൗഡർ വെച്ചിട്ട്, ഞാനിവിടെ മെബലൻ്റെ നിങ്ങളെ കയ്യിലുള്ള പൗഡർ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൂസ് പൗഡർ ആണ് കേട്ടോ. പിന്നെ ഈ നമ്മൾ ടോണിങ് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലേ, മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൺസ്ക്രീൻ വേണമെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം. അതിനുശേഷം ഈ ഒരു BB ക്രീം ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പം പൗഡർ ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ നല്ലൊരു വ്യത്യാസം. നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സാധാരണ നമ്മളെ നോർമൽ മേക്കപ്പ് പോലെ നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീസ് ഏരിയയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ബ്ലാക്ക് ഐ ഷാഡോ പാലറ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് മുകളിൽ നമുക്ക് എഴുതി കൊടുക്കാം. രണ്ട് കണ്ണും അതുപോലെ തന്നെ എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈനർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഹൈലൈനർ യൂസ് ചെയ്യാം. പിന്നെ ഐ ജെല്ല് ഉപയോഗിക്കാനാണെങ്കിൽ ഐ ജെൽ ഉപയോഗിക്കാം. ഈ ഐ ഷാഡോ പാലറ്റ് കയ്യിലില്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് താഴെ ഒരു ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. കണ്ണ് എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴെ. അതായത് അതിങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് കണ്ണും അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ണ് ഇപ്പോഴും നല്ല ബോൾഡ് ആയിട്ട് ഒന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് ഫേസിന് ഒരു എടുപ്പ് ഉണ്ടാകും. അടുത്തതായിട്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഇവിടുന്ന് വേണം കേട്ടോ ഇങ്ങോട്ടേക്ക് എഴുതാനായിട്ട്. ഒരിക്കലും ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും എഴുതരുത്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എഴുതുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ എപ്പോഴും ഇവിടുന്ന് വേണം ഇങ്ങോട്ടേക്ക് ഐബ്രോ എഴുതാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്കാര യൂസ് ചെയ്യാം, വേണമെങ്കിൽ കേട്ടോ, ഓപ്ഷനിലാണ്. അടുത്ത നമുക്ക് ലിപ്പ് ക്ലിയർ ചെയ്യാം. ഞാനൊരു ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പൊ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. BB ക്രീം യൂസ് ചെയ്തിട്ടുള്ള. ഇനി നമുക്കൊരു പൊട്ട് വെക്കണം. അപ്പൊ എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്ന് നമുക്ക് കാണാം.